ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ യുകെയിലെ വീട്ടിലെ ക്രിസ്മസ് ട്രീ ആണേ. ഞാൻ നാട്ടിലായിരുന്നു കുറച്ച് നാൾ. എന്നിട്ടിപ്പം യുകെയിലെത്തിയപ്പോൾ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദേ വീഡിയോ എടുത്തതാണേ. ഇത് ഞാൻ അവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഖത്തർ വഴിയാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഖത്തറിൽ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്നത് അത് അവിടെ വെട്ടം കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ശരിക്കും തെളിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് സൈഡ് സീറ്റായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി, എടുക്കാനും പറ്റി. ഇത് കണ്ടോ, പുറത്തുള്ള ഞാൻ വീഡിയോ എടുത്തതാണ് സൈഡ് സീറ്റിലിരുന്ന്. അപ്പോൾ നോക്കുമ്പോൾ കാണാം, അത് കണ്ടോ ഫ്ലൈറ്റ് കണ്ടോ അവിടെ പോകുന്നത് കാണാം. ഇത് കൊച്ചിയിലെ എയർപോർട്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. അവിടെ ബസ്സുകൾ പോകുന്നത് കാണാം, എയർ ബസ്. പിന്നെ അവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ പല കാഴ്ചകളും നമുക്ക് എയർപോർട്ടിൽ സൈഡ് സീറ്റ് കിട്ടുവാണെങ്കിൽ, നമുക്ക് ഫ്ലൈറ്റിൽ സൈഡ് സീറ്റ് കിട്ടിയാൽ ഇങ്ങനെയുള്ള പല കാഴ്ചകളും നമുക്ക് കാണാം. ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, കണ്ടോ, ഒരു ഫ്ലൈറ്റ് പറന്നിറങ്ങുന്നുണ്ടേ. എയർ ബസ് വേറെ ഒരെണ്ണം പോകുന്നുണ്ട്. എന്നാലും കളർഫുള്ളായിട്ടുള്ള നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ്. നമ്മൾ പുറത്തേക്ക് നോക്കിയിരുന്നാൽ കാണാൻ വേണ്ടിയിട്ട്. അത് വേറൊരു ഫ്ലൈറ്റ്, അതിൻ്റെ പേര് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്താണ്. അത് പയ്യെ ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണേ. ഞാൻ ഇച്ചിരി കൂടെ ക്ലോസ് ആയിട്ട് അതിൻ്റെ എടുത്തു, പക്ഷെ എന്നാലും അതിൻ്റെ പേര് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാൻ സൈഡിലിരുന്നുകൊണ്ട് കുറേ നേരം വീഡിയോ എടുക്കലായിരുന്നു എൻ്റെ പരിപാടി. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ ഫ്ലൈറ്റ് പയ്യെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് റൺ ചെയ്തിരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റൺവേയിൽ കൂടെ. കാണാമല്ലോ, ഇതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ് ഫ്ലൈറ്റ് പോയി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വ്യൂ ആണ് കാണുന്നത്. കണ്ടോ, ഓടൊക്കെ വെച്ച് ഇത് കെട്ടിടത്തിൻ്റെ കാണാം നമുക്ക് ശരിക്കും, ഓടുള്ള കെട്ടിടങ്ങൾ. ഇത് ഫ്ലൈറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അത് പയ്യെ പയ്യെ റൺവേയിൽ നിന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. പയ്യെ പയ്യെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കണ്ടോ താഴെ നമുക്ക് അത് കണ്ടോ, അതെ കെട്ടിടങ്ങളെല്ലാം ചെറുതായിട്ട് കാണാം. കണ്ടോ, ചെറുതായിട്ട് കണ്ടോ, നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, കെട്ടിടങ്ങളും മരങ്ങളും. ഇത് കണ്ടതേ നമ്മുടെ കടൽ കാണാം. ഇത് കണ്ടോ, ഇത് വ്യൂ നമുക്കിതേ കുറഞ്ഞ് 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 വരുവാണ്. കാരണം ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം ചെറുതായിട്ട് കാണാൻ പറ്റും. ഇപ്പം കണ്ടോ കടൽ, ഇത് കണ്ടോ കടലിൻ്റെ ഭാഗങ്ങളാണ് ബാക്ക് വാട്ടർ പോലെ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് എയർപോർട്ടിൽ ഖത്തറിലാണ് ഇറങ്ങിയത്. ഖത്തർ എയർവേസിനാണ് പോകുന്നത്. അപ്പോൾ ഖത്തറിൽ വന്ന് ഇറങ്ങുമ്പം അവിടുത്തെയുള്ള എയർപോർട്ടിൽ വെച്ചുള്ളത് എടുത്തതാണ് ഇത്. ഖത്തറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ താഴെ വന്ന് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് അതിൽ നടക്കുന്ന സമയത്ത് പുറത്തിറങ്ങി വന്ന്, ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. കണ്ടോ, ഞാൻ എൻ്റെ ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ആൾക്കാർ കുറച്ച് പേര് പോകുന്നുണ്ട് അവിടെ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞ് നിന്ന് വീഡിയോ എടുക്കുവാണ്. അപ്പോൾ അതിന് പോയപ്പോൾ ഇതാണ് ഖത്തറിലെ എയർപോർട്ടാണിത്. പിന്നെ ഇപ്പം കുറേ ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യിലധികം വെയിറ്റൊന്നുമില്ല. ആകെ ഞാനൊരു ബാഗ് കൊടുത്ത് കയ്യിലൊരു കുഞ്ഞ് പിടിച്ചു. പിന്നെ അതുകൊണ്ട് വെയിറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല നടന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വന്ന് താഴത്തെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അവിടെ താഴെ വന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീഡിയോ എടുക്കുകയാണ്. കണ്ടോ,
ഖത്തറിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുണ്ടോ ഞാൻ അവിടെ നിന്നുകൊണ്ടൊരു വീഡിയോ എടുക്കുവാണ്. പക്ഷേ ഇതുണ്ട് വെട്ടമില്ല. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഇച്ചിരി വെട്ടക്കുറവുണ്ട്. അതുകൊണ്ട് കാണാൻ മേല ശരിക്കും. പിന്നെ ഖത്തറിൽ 2 മണിക്കൂർ ഇരുന്ന ശേഷം ഞങ്ങൾ അവിടുന്ന് യുകെക്കുള്ള ഫ്ലൈറ്റിന് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അന്നേരം ഞാനിത് പുറത്തേക്ക് കാഴ്ചയൊക്കെ എടുത്തതാണിത്. അടുത്ത കാഴ്ചയാണിത് കണ്ടോ. അവിടെ പല ഫ്ലൈറ്റുകളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടക്കുന്നത്. അതിൻ്റെ പേരുകൾ എന്നാന്നൊന്നും നമുക്കറിയത്തില്ല. എന്നിട്ട് അവിടുന്ന് ഇത് കണ്ടോ ഒരു ഫ്ലൈറ്റ് പൊങ്ങിപ്പോകുന്നു. അതിൻ്റെ വീഡിയോ എടുത്തതാണിത്. പിന്നെ ഇത് കണ്ടോ എയർപോർട്ടിൽ ഇങ്ങനെ വണ്ടികൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്തു. എന്നായാലും അവിടെ നിന്ന് ഗ്ലാസിൽ കൂടെ നമുക്ക് കണ്ട് വീഡിയോ എടുക്കുന്നതാണിത്. അപ്പോൾ ഫ്ലൈറ്റ് ഓരോന്ന് കുറച്ച് സമയം ഇടവിട്ട് ഇങ്ങനെ പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെതാണ് പൊങ്ങിപ്പോകുന്നതിൻ്റെ കണ്ടത്. ഇത് കണ്ടോ ഖത്തറിൻ്റെ വേറൊരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നതാണ് ഇത്. പയ്യെ ഇറങ്ങിയിട്ട് അത് റൺവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ലോ ആയിട്ട്. അപ്പോൾ സൈഡ് സീറ്റ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് ആ ഫ്ലൈറ്റിലും ഇത് കണ്ടോ അടുത്ത ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നു. വേറെ 2 ഫ്ലൈറ്റ് പയ്യെ അതിൻ്റെ പറക്കാൻ വേണ്ടിയിട്ടുള്ള ടേണിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ പയ്യെ അടുത്ത് റൺവേ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് സിഗ്നൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവർ അതിൻ്റെ വേയിൽ പോയി നിന്ന് മുകളിലേക്ക് പൊങ്ങിപ്പോവും. അപ്പോൾ ഇതുകൊണ്ട് കറങ്ങി വരികയാണ് അവിടെ. ഇതുകൊണ്ട് അതിൻ്റെ റൺവേയിൽ കൂടെ പയ്യെ കറങ്ങുന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത് വരെയുള്ള വീഡിയോസ് ഞാനിങ്ങനെ കുറേ അവിടെ ഇരുന്ന് എടുത്തു. അതാണിപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ യുകെയിൽ വന്നു. അവിടുന്ന് ഇറങ്ങി 7 മണിക്കൂർ യാത്രയുണ്ടായിരുന്നേ. ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് 7.5 മണിക്കൂർ. അപ്പോൾ യാത്ര വന്ന് യുകെയിൽ വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് പയ്യെ താന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ ഇച്ചിരി കെട്ടിടങ്ങളൊക്കെ കുറച്ച് കാണാം. നമുക്ക് ചെറിയ തോതിൽ കാണാൻ കഴിയും. മുകളിൽ നിന്ന് പയ്യെ ഫ്ലൈറ്റ് താന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ നമ്മുടെ കടൽ കാണാം. പിന്നെ ഇച്ചിരി കരയായിട്ട് കാണാം. അതെല്ലാം ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇപ്പം കൂടുതൽ വീഡിയോ ഇത് കണ്ടോ ഞാൻ കുറച്ചും കൂടെ താന്ന് കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. കെട്ടിടങ്ങൾ കണ്ടോ അത് പിന്നെ കെട്ടിടങ്ങളെല്ലാം രാത്രിയിലാണ് ഇവിടെ എത്തിയത്. രാത്രി ഒരു 8 മണിയായപ്പോൾ അതുകൊണ്ട് ലൈറ്റെല്ലാം. അപ്പം ഞാൻ പുറത്തിറങ്ങി യുകെയിൽ ഹിത്രൂ എന്ന് എഴുതി വെച്ചേക്കുന്നത് അവിടെ ഇറങ്ങി. ലഗേജും ഒക്കെ ആയിട്ട് അവിടെ ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പിള്ളേരെ അവന് ട്രോളി എടുക്കാൻ